വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇരുട്ട് എന്നും പേടിപ്പിക്കുന്നത് അതിന്റെ കറുപ്പ് നിറം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹൊറർ പടത്തിന്റെ ഏറ്റവും നല്ല മീഡിയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ ബ്രഹ്മയുഗം തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുകയാണ്. ഇതിനിടെ ദുൽഖർ സൽമാൻ ചിത്രം കാന്തയും ചർച്ചകളിൽ നിറയുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രഖ്യാപിച്ച ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ പോസ്റ്റർ മാത്രമേ ഇതുവരെ പുറത്തെത്തിയിട്ടുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കാന്തയുടെ പോസ്റ്റർ എത്തിയത്. സെൽവമണി സെൽവരാജാണ് ഹൊറർ ത്രില്ലറായി എത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ബ്രഹ്മയുഗം ഇന്ത്യൻ സിനിമാ ലോകത്ത് ചർച്ചകളിൽ നിറയുമ്പോൾ ദുൽഖർ ചിത്രവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണോ ഒരുങ്ങുന്നത് എന്ന സംശയങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ. ടൈറ്റിൽ പോസ്റ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗം ട്രെൻഡ് പിടിച്ചാണ് കാന്തയും എത്തുന്നത് എന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ സെൽവമണി. ഇപ്പോൾ കാന്തയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്ത ശരിയല്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. എന്നാൽ സിനിമയെക്കുറിച്ച് മറ്റൊന്നും വ്യക്തമാക്കിയിട്ടുമില്ല. ദുൽഖറിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും മണിരത്നം ചിത്രം തഗ് ലൈഫിന്റെ ചിത്രീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ കാന്ത ആരംഭിക്കുമെന്നും സെൽവമണി സെൽവരാജ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചു. ദുൽഖർ സൽമാൻ നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് കാന്ത. ദുൽഖറിന്റെ വേഫെറർ ഫിലിംസും റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. ലൈഫ് ഓഫ് പൈ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ പ്രവർത്തിച്ച സെൽവമണി സെൽവരാജും ദുൽഖർ സൽമാനും ഒരുമിക്കുന്ന ചിത്രത്തിന് പ്രതീക്ഷകളേറെയാണ്. അതേസമയം മലയാളത്തിന് പുറമെ തെലുങ്കിലും ബോളിവുഡിലും ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച താരമാണ് ദുൽഖർ സൽമാൻ. 2021 കുറുപ്പിലൂടെ മലയാളത്തിന് സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച ദുൽഖർ പിന്നീട് 2022 സീതാരാമത്തിലൂടെ തെലുങ്കിലും ചുപ് എന്ന സിനിമയിലൂടെ ബോളിവുഡിലും തരംഗം സൃഷ്ടിച്ചിരുന്നു. 3 ഭാഷകളിലും ഹിറ്റടിച്ച പാൻ ഇന്ത്യൻ താരത്തിന്റെ സിനിമകൾ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. സംവിധായകൻ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ മാത്രമല്ല OTT സ്ട്രീമിംഗിന് ശേഷവും അധികം ചർച്ചയായില്ല. മണിരത്നത്തിന്റെ തഗ് ലൈഫ് കൂടാതെ ലക്കി ഭാസ്കർ ആണ് ദുൽഖറിന്റേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചിത്രം. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ. ഈ വർഷം ഫെബ്രുവരി ആദ്യമാണ് ഈ സിനിമ പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ സൂര്യയെ നായകനാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ചിത്രത്തിൽ കൂടി ദുൽഖർ അഭിനയിക്കുന്നുണ്ട്. നെപ്പോട്ടിസം ചർച്ചയായിരുന്ന കാലത്ത് പോലും താരപുത്രൻ എന്ന ലേബൽ ഉപയോഗിക്കാതെ തന്റെ സ്വതസിദ്ധമായ അഭിനയം കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്ത താരമാണ് ദുൽഖർ. ആദ്യ സിനിമയായ സെക്കൻഡ് ഷോയിൽ മോശമല്ലാത്ത അഭിനയവുമായി എത്തിയ താരം പക്ക വാണിജ്യ സിനിമകൾ മാത്രം ചെയ്യാതെ കമ്മട്ടിപ്പാടം, ഞാൻ എന്നീ സിനിമകളിലും വേഷമിട്ടിരുന്നു. ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലയളവിൽ പാൻ ഇന്ത്യൻ താരമെന്ന പദവിയും ദുൽഖറിനെ തേടിയെത്തി. കർവാൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലെത്തിയ ദുൽഖറിന് ഹിന്ദിയിൽ അത്ര ശോഭിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ചുപ് എന്ന സിനിമയിലൂടെ ദുൽഖർ വിമർശകരുടെ പോലും വായടപ്പിച്ചിരുന്നു. മലയാളത്തിൽ മമ്മൂട്ടിക്ക് ശേഷം ദുൽഖറും മാസ് കാണിച്ചെത്തുന്നത് കാണാനായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.